ഇവിടെ പ്രധാനമായിട്ടും ഒരു തീർത്ഥാടനത്തിൽ വരുന്നവർക്ക് കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്പിരിച്വൽ ഫീലിംഗ് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകുവശത്ത് നമ്മളെ ബുള്ളറ്റ് വെച്ചിട്ടുണ്ട്. ഹായ്, നമസ്കാരം. എക്സ്പ്ലോറിയൻ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കിടന്നുറങ്ങിയത് ഈ ഒരു ഭാഗത്തായിരുന്നു. ഇവിടെ ഒരു ചട്ടൊക്കെ വിരിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങി. നമ്മളെ വണ്ടിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ലഗേജൊക്കെ കെട്ടി ഏകദേശം റെഡിയാക്കി. ഇനി നേരെ കാഞ്ഞങ്ങാട് ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ. ടൗണിലേക്ക് പോയിട്ട് ഒരു ടീ അടിക്കണം. ടീ അടിച്ചിട്ട് നമുക്ക് നേരെ ഏതാണ് സ്പോട്ട് നമുക്ക് ഹെഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. കാത്തിരിക്കും. ഓ ഗൈസ്, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുംപതിക്കുന്ന് എന്ന് പറഞ്ഞ നല്ല കിടക്കാച്ചി വൈബടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യം ഏകദേശം ഒരു 10-35 കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടക്കാച്ചൊരു സ്ഥലം തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മഞ്ഞുംപതിക്കുന്ന് എന്നാണ് പറയാട്ടോ. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു വൈബ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, എങ്ങനെയാണ് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക, എങ്ങനെയാണ് അവിടേക്ക് റൺ ചെയ്ത് കയറ്റുക എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ വൈബ്, കാസർഗോഡ് വന്നാൽ അവിടെ വരാൻ പറ്റുന്നതാണോ, എന്തെങ്കിലും അവിടെ വന്നാൽ കിട്ടുമോ, ടിക്കറ്റ് ഉണ്ടോ, അവിടേക്ക് കയറാൻ എന്തൊക്കെയാണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ചെയ്യുക, സ്കിപ്പ് അടിച്ചാതെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് റാണിപുരമായിരുന്നു. റാണിപുരത്തേക്ക് വന്ന അതേ റൂട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്തുള്ള ഡെസ്റ്റിനേഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, 10,000K അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് ജില്ലയിൽ വെച്ചാണോ 10,000K സബ് ആകുന്നത്, എന്നാൽ ആ ഒരു ജില്ലയിൽ വെച്ച് നമ്മളൊരു വലിയൊരു ഫങ്ഷൻ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത നല്ല എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഏത് ജില്ലയിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു 10,000K കിട്ടുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ സബ് ഇങ്ങനെ 3Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു ജില്ലകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയ പുരസ്കാരം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ആനന്ദാശ്രമം എന്ന് പറഞ്ഞൊരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ കയറി പോവുക കേട്ടോ. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ അതേ റൂട്ടിൽ വന്നിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വരിക, എന്നിട്ട് ഇവിടുന്ന് കയറുക ഉൾറോട്ടിന്, പോക്കറ്റ് റോട്ടിന്. ഇവിടെ എന്തൊക്കെയോ ബോർഡും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ചോദിച്ചോക്കട്ടെ ഏട്ടാ, മഞ്ഞുംപതിക്കുന്ന് ഏതാ റൂട്ട്? ആ റൂട്ടോ? അവിടെ ഒരു നമ്മൾ കയറി വന്ന അവിടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമമൊക്കെ കാണാം. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോരുക. ഓക്കെ, ഇവിടെ എന്തൊക്കെ കുറേ ആശ്രമങ്ങളും അതുപോലെ കുറേ അമ്പലങ്ങളും അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ റോട്ടിൽ, ഈ ഒരു പോക്കറ്റ് റോട്ടിൽ ഇങ്ങനെ കയറി പോന്നു കഴിഞ്ഞാലാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത്. അവിടെ ഒരു മലമുകളിലൊരു അമ്പലം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ എന്ന് നമുക്ക് കാണാം. ഞാൻ വളരെ അധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറേ ഡെസ്റ്റിനേഷനുകൾ പറഞ്ഞു തന്നു. അതിലൊരു മഞ്ഞുംപതിക്കുന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു പേരിൽ തന്നെ ഒരു വൈബ് അടിച്ചപ്പോൾ ഞാൻ ഈ സ്ഥലത്തോട്ട് പോകുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഉൾറോട്ട് കൂടി. അവസാനം ടാറിട്ട് റോഡ് കഴിഞ്ഞു. ഇപ്പോൾ ഓഫ് റോഡായി. രണ്ട് ഭാഗത്തും കുന്നിൻ ചെരിവ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അത്യാവശ്യം ഈ ഒരു ഇടത് ഭാഗത്ത് നിന്ന് നല്ലൊരു ഉൾക്കാടനെ ഒരു കാട് പോലത്തെ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുന്നിൻ ചെരുവ്. എന്താണ് കാഴ്ചകൾ, എന്താണ് കാഴ്ചകളെന്നൊന്നും ഇത് പിടുത്തമല്ല. അവിടെ കാണാൻ പറ്റിയ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന് നേരെ പോയാൽ മതി. ഇപ്പോഴും വീണ്ടും നമുക്കൊരു ടാറിട്ട റോഡ് കിട്ടി. അവിടെ കുറച്ച് ഭാഗം മണ്ണിട്ടുണ്ട്. അത് സ്ഥലം കൊടുക്കായിട്ടായിരിക്കും ആ ഒരു ഭാഗം ടാർ ചെയ്യാത്തത്, വിട്ട് കൊടുക്കായിട്ടേ. എന്തായാലും ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താണ് കാഴ്ചകൾ, അതിൻ്റെ പിന്നെ വന്നോ കിട്ടിയോ? ഇതേ ആയിരിക്കും, തന്നെ ആയിരിക്കും. അവിടെ എന്താ മഞ്ഞുംപതി ശ്രീ വീര, അവിടെ ഒരു ബോർഡ് കാണാം, മഞ്ഞുപതി ശ്രീ വീരവഴുതി ക്ഷേത്രം എന്നൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇതന്നെ ആയിരിക്കാനാ സാധ്യത. നോക്കാം. ഈ റൂട്ടിലൂടെ പോകും. കുറേ വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, മഞ്ഞുപതി കുന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു പോയതായിരിക്കും. ഇനി അങ്ങോട്ട് വണ്ടി പോകുമോ എന്ന് നമുക്ക് നോക്കാം. വണ്ടി എല്ലാം കയറ്റി നോക്കാം. മദ്യപാന പുകവലി തുടങ്ങിയവ അനുവദനീയമല്ല എന്നുള്ള സംഭവമൊക്കെ കാണാം. ഇവിടുത്തെ ഏറ്റവും വണ്ടി വരും തോന്നുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തടഞ്ഞു വെച്ചിട്ടാണ്. ഇന്നുണ്ടോ? ഇവിടുന്ന് കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കാഴ്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയൊരു കാഴ്ചയൊന്നും ഇല്ല. എന്താണ്, നമുക്ക് ഇനി ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോയി നോക്കാം കേട്ടോ. ഗൈസ്, അവസാനം നമ്മൾ ആ മഞ്ഞുമതിക്കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകുവശത്ത് നമ്മളെ ബുള്ളറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ്, ഈ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അധികം വരണമെന്നൊന്നും പറയില്ല, ജസ്റ്റ് ഇവിടെ ഒരു ഈവനിങ്ങിലൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. മാക്സിമം ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ കേട്ടോ. അല്ലാതെ കുറേ ആ ഒരു ഭാഗത്ത് നിന്ന് കാസർഗോഡ് വരുന്നു മറ്റു ജില്ലകളിൽ നിന്ന് കാസർഗോഡ് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ ഞാൻ വരാൻ പറയില്ല. അത്ര വലിയൊരു കാഴ്ചകളൊന്നുമില്ല. പ്രധാനമായിട്ട് പറയേണ്ടത് കുറച്ച് ഉള്ളോട്ടാണ്. ആ ഉള്ളോട്ട് പോരുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ഇവിടെ കാണാം മദ്യപാന പുകവലി തുടങ്ങിയ അനുവദിക്കുന്നതല്ല എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മഞ്ഞുമതിക്കുന്ന് സംരക്ഷണ സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്ഥലങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതും സംരക്ഷിക്കുന്നതും ഈ ഒരു അമ്പലത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു ആളുകൾ തന്നെയാണ് തോന്നുന്നുണ്ട്. ആ ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എനിക്കറിയില്ല. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് പോലെ തോന്നുന്നുണ്ട്. ഇവിടുത്തെ വണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. അഥവാ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. അവിടെ എന്താണ് കാഴ്ചകൾ കാണുകയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സംഭവം മാത്രമാണ്. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു വൈബും കാര്യങ്ങളൊക്കെ സമ്മാനിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗം കണ്ടിട്ട്, ഈ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. ഈവനിങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണെന്നാണ്. കാരണം ഇവിടെ സൺസെറ്റൊക്കെ കാണാമെന്നുള്ളത് ഉണ്ട് കേട്ടോ. സൺസെറ്റൊക്കെ കാണാം എന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുമാനപ്രകാരം ഈ ഒരു പ്ലേസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു സ്ഥലത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ എപ്പോൾ വരിക അറിയോ, ഒരു 5-5:30 ടൈമിൽ വരാൻ ഒന്ന് പരിചയം. പേരെന്താ? ഗോപാലൻ. യെസ്. നിങ്ങൾ പശുവിനെ മേക്കാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്തിന് എന്തൊക്കെ ഐതിഹ്യങ്ങൾ ചരിത്രങ്ങളൊക്കെ ഉണ്ടോ? ആ, പിന്നെ മുമ്പ് കാലങ്ങളിൽ നല്ല ഒരു സ്ഥലമായിട്ടുണ്ടായിന്. പിന്നെ ഹനുമാന്റെ അമ്പലമുണ്ട്. മുമ്പിലും ഹനുമാന്റെ അമ്പലം ഉണ്ടായില്ല. ഇതാരാ സംരക്ഷിക്കണേ? ഇത് സംരക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ പേരിലല്ലേ? ഇപ്പൊ കുറച്ച് സ്ഥലം അമൃതാനന്ദമയുടെ പേരിലുണ്ട്. ഈ അമ്പലത്തിന്റെ കീഴിൽ ആരെങ്കിലും ഇത് പിന്നെ നോക്കി നടത്തുന്നുണ്ടോ? ഇല്ല, അവരുടെ ട്രസ്റ്റ് തന്നെ അതിന്റെ ആൾക്കാർ. മുമ്പില് രാംദാസ് സ്വാമി, ആനന്ദാശ്രമത്തില് രാംദാസ് സ്വാമി ഒരു ഹനുമാന്റെ അമ്പലം കെട്ടിയിരുന്നു. ഇതിന് മുകളില് അത് കാറ്റിന് പൊളിഞ്ഞുപോയി. ആ ഹനുമാന്റെ വിഗ്രഹം ഇന്ന് മൂലക്കണ്ടം
ഹനുമാന്റെ ക്ഷേത്രത്തിലുണ്ട്. അവിടെ ഉണ്ട്, അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. യെസ്. പിന്നെ അവിടെ കയറി വരുന്ന ഒരു ആശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്താണ്? അതായത് ആനന്ദാശ്രമം. അത് മുമ്പ് രാംദാസ് സ്വാമിയും മാതാജി കൃഷ്ണബായി അമ്മയും കെട്ടിപ്പടുത്ത സ്ഥലമാണ്. അവിടെ പിന്നെ രണ്ടാമത് സത്യാനന്ദ സ്വാമി വന്നു. സത്യാനന്ദ സ്വാമി ആദ്യം വന്ന് ഇങ്ങനെ നമ്മളെ പോലെ വന്നിട്ട് രണ്ടാമത് അവർക്ക് സന്യാസം കൊടുത്തതാണ്. ഈ കേട്ടതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണമല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് ഏതൊരു ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ എന്താ പറയുക, നല്ലൊരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ പാറി പറക്കുന്നൊരു കാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല രീതിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. ഈ ഒരു പച്ച പുല്ലുകൾ നോക്കി, ഒരു പച്ചയല്ല, ഒരു എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നിറം കേട്ടോ. ഒരു വ്യത്യസ്തമായ നിറത്തിൽ ഇങ്ങനെ ഈ ഒരു ചെരിവ് മാത്രം ഫുള്ള് സെറ്റപ്പായി നിൽക്കുന്നൊരു കാഴ്ച. അടിപൊളി കേട്ടോ. ഈ ഒരു ഭാഗത്ത് കയറുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവനിങ്ങിലൊക്കെ ഇവിടെ വരാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഈവനിങ്ങിൽ വരിക കേട്ടോ മാക്സിമം. പിന്നെ മോർണിംഗിലും വ്യത്യസ്തമായൊരു വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഈവനിങ്ങിൽ വ്യത്യസ്ത ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും ഇവിടുത്തുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞത്. അടിപൊളിയായിരിക്കും, സെറ്റപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു 360 വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കാണിച്ചിട്ട് നേരെ നമ്മൾ ബുള്ളറ്റിൻ്റെ അടുക്കൽ തന്നെ പോയിട്ട് നേരെ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കും. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാവും കേട്ടോ. കാണാൻ കാത്തിരിക്കുക. മഞ്ഞമ്പൊതി കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ പുറകുവശത്തൊരു അമ്പലം കാണാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് വീരമാരുതി ക്ഷേത്രം കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള കിടക്കാച്ചി ഒരു വ്യൂ തന്നെ കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ നേരെ മുൻവശത്തുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കാഞ്ഞങ്ങാട് ടൗണുകളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അടിഭാഗത്തോട്ട് പോകണം. അവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തേക്ക് കയറാൻ പറ്റുമെങ്കിൽ അവിടുത്തെ ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന, സ്നേഹമാകുന്ന, സത്യമാകുന്ന, അനന്തമാകുന്ന സർവേശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സർവലൗകിക സ്നേഹവും ആദർശമാക്കി പാപ്പസ്വാമി രാമദാസ് 1931 ആനന്ദാശ്രമം സ്ഥാപിച്ചു. എന്താണ് ആനന്ദാശ്രമം, എന്താണ് ആനന്ദാശ്രമത്തിൽ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണ്ടേ? അതിനാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു സംഭവം പറഞ്ഞത്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും പറ്റൂല. എന്തായാലും ആ ഒരു ചരിത്രവും അവിടെ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. പിന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. അനന്താശ്രമത്തെ 1931 സ്വാമി രാംദാസ് ആണ് അനന്താശ്രമം സ്ഥാപിച്ചത്. സ്വാമി രാംദാസ് ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മൾ നേരെ പോയി ആ സെന്ററിൽ കാണുന്ന സ്വാമി രാംദാസ്. അദ്ദേഹം ജനിച്ചത് നമ്മൾ നോക്കിയ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് എന്ന സ്ഥലത്താണ്, പുതിയകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു കൊങ്ങണി കുടുംബത്തിലാണ് ജനിച്ചത്. അവിടെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ് 7ാം ക്ലാസ് വരെ സ്വാമി രാംദാസ്. നമ്മൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ പപ്പ എന്ന് വിളിക്കുന്നത്. ലോകത്തെ ജനങ്ങളെ സേവിക്കുക, സ്നേഹിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചതാണ് സ്വാമി രാംദാസ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. പപ്പയുടെ ശിഷ്യയായിരുന്നു മാതാജി കൃഷ്ണബായി, ആശ്രമത്തിലെ 2ാമത്തെ മഠാധിപതി. ആ തൊട്ടടുത്ത ഫോട്ടോയിൽ കാണുന്ന മാതാജി കൃഷ്ണബായി. അവർ കർണാടക സ്റ്റേറ്റിലാണ് ജനിച്ചത്. വളർന്നൊക്കെ പപ്പ മാതാജി. 3ാമത്തെ മഠാധിപതി സ്വാമിജി സച്ചിദാനന്ദജിയാണ്. അദ്ദേഹം പപ്പ മാതാജിയുടെ വാത്സല്യ ശിഷ്യനായിരുന്നു. പപ്പ മാതാജിക്ക് ശേഷം ആശ്രമത്തിൻ്റെ എല്ലാ കാര്യം നോക്കി നടത്തിയത് സ്വാമി സച്ചിദാനന്ദജി ആയിരുന്നു.
ഈ 3 പേരാണ് ആശ്രമത്തിൻ്റെ ത്രിമൂർത്തി സങ്കല്പമായിട്ട് കണക്കാക്കുന്നത്. ഇവർ 3 പേര് സമാധിയായതാണ്. ഇവിടെ സമാധി മന്ദിരമാണ് നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. 3 ഒരുപോലത്തെ ബിൽഡിംഗ് ആണ് പുറത്തിറങ്ങിയാൽ കാണുന്ന 3 ഒരുപോലത്തെ ബിൽഡിംഗ്. അവിടെ സമാധി മന്ദിരമാണ്. ഇപ്പം നിലവിലുള്ളത് ആനന്ദാശ്രമത്തിലെ 4ാമത്തെ മഠാധിപതി സ്വാമി മുക്താനന്ദജിയാണ്. മുക്താനന്ദജി 4ാമത്തെ മഠാധിപതിയായിട്ട് നിലനിൽക്കുമെങ്കിലും എല്ലാ പ്രവർത്തനവും നടത്തുന്നത് ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ബപ്പ മാതാജി സ്വാമിജിയുള്ള സമയത്ത് അവരെന്നായിരുന്നു ആശ്രമത്തിലെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ കൺട്രോളിലായിരുന്നു. ഇപ്പോൾ ട്രസ്റ്റാണ്. ഇവിടെ വേൾഡ് ടൂറാണ്. 1954-55 വർഷ കാലഘട്ടത്തിൽ പപ്പ ഒരുപാട് ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇതേമാതിരി സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് പുറത്ത് കൊടുക്കാത്തത്? ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇല്ല ഷൂട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അല്ലാതെ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്ര വരെ ആനന്ദാശ്രമം പബ്ലിസിറ്റി ഇല്ലാതെ വന്നാണ് ഫേമസ് ആയതാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാന്ന് സ്വാമിജി പറയുന്നത്. കാരണം നമ്മൾ ആശ്രമം ഇങ്ങനെ വന്നിട്ട് അറിഞ്ഞിട്ട് ഫേമസ് ആവണം, അല്ലാതെ നമ്മൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നില്ല ഒന്നും. എന്നുവെച്ചാൽ ഒരുപാട് ഇപ്പോൾ ടെലിഫിലിം ആയെങ്കിലും ഒരുപാട് ചോദിക്കുന്നതാണ് സ്വാമിജിയുടെ അടുത്തും ഇങ്ങനെയല്ല. അപ്പോൾ അത് വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഞാനിപ്പോൾ കോളേജ് കുട്ടികൾക്കും പഠിക്കാൻ എന്തൊക്കെയോ പ്രൊജക്റ്റ് ഉണ്ട്, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇവിടെ പ്രധാനമായിട്ടും ഒരു തീർത്ഥാടനത്തിൽ വരുന്നവർക്ക് കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്പിരിച്വൽ ഫീലിംഗ് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് 3 മാസം മിനിമം 3 ദിവസം ഇവിടെ താമസിക്കാനുള്ള അനുമതിയുണ്ട്. അത് നമ്മുടെ ഇമെയിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെട്ട ഈ ബ്രോഷറിന്റെ ബാക്കിലുണ്ട്. ഇമെയിലോ ഫോൺ നമ്പറിലോ സ്റ്റേ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും നമ്മൾ ഇതിൽ താമസിക്കുന്ന പോലെ തന്നെ ഇപ്പം എന്ന് വെച്ചാൽ കൊറോണേൻ്റെ എല്ലാം പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ആധാർ, ഫുൾ അഡ്രസ്സ് എല്ലാം അന്വേഷിച്ചിട്ട് ഇവിടെ ചെയ്യും. പിന്നെ ഇവിടുത്തെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പപ്പ മാതാജി സ്വാമിജിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ജയന്തി, സമാധി, സന്യാസി ഡേ, ഇങ്ങനെ 3 കാര്യങ്ങളുടെ ഇവിടെ തന്നെ ഒരുപാട് ഡിവോട്ടീസ് വരും. ആ സമയത്ത് റൂമിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയിക്കും. അല്ലെങ്കിൽ അവർക്ക് ഏത് സമയത്തും വരാം. സ്വാമിജി മുൻകൂട്ടി അറിയിക്കും. മുൻകൂട്ടി നമ്മൾ ഇതിൽ ബന്ധപ്പെട്ടാൽ അവർക്കൊരു ഡേറ്റ് കൊടുക്കും. ഇവിടുത്തെ ഭജനത്തിൽ ആരത്തിലെല്ലാം പങ്കെടുക്കാൻ ഉള്ള ഒരു അവസരം. അത്രയേ ഉള്ളൂ. സ്പിരിച്വൽ ഫീലിംഗിൽ ആ ഒരു ഇത്. എന്നാൽ താങ്ക് യു. വെൽക്കം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭവം, ഇവിടെ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. ട്രീറ്റ്മെൻറ്റ് മീൻസ് പല മതങ്ങളിലും ഓരോ മതങ്ങളിലുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് മനസ്സിലുള്ള ഒരു മതത്തിൻ്റെ ആ ചിട്ടവട്ടങ്ങളിലൊക്കെ നിന്നിട്ട് ആ ഒരു വെയിലിക്കെട്ടിൽ നിന്നിട്ട് പരമാവധി എന്താ പറയുക ആ ഒരു മതങ്ങൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കുക. അതുപോലെ മനസ്സിനൊരു ശാന്തി, സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ഒരു മതത്തിൻ്റെ ചിട്ടയിൽ നിന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അതിനുള്ളൊരു കേന്ദ്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തൊക്കെയാണെന്ന് കൂടുതൽ ആർക്കെങ്കിലും ഈ ഒരു പ്രദേശത്തെ, ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താകുക ഒരു കൃത്യമായിട്ട് ആ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ അവിടെ പോയിട്ടുണ്ടെങ്കിലോ അവിടെ എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, രാമേശ്വരം ഭാഗത്താട്ടോ. നെക്സ്റ്റ് വീഡിയോയുടെ തുടക്കം ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ നേരെ നിങ്ങൾ സ്റ്റേ അടിച്ച് നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.